ഹേ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുഞ്ഞിനെ നമ്മൾ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവാണ്. മാക്ലിൻ ജോലിക്ക് പോയി, എനിക്കിന്ന് ഓഫാണ്. അപ്പോൾ കുഞ്ഞിയുടെ സ്കൂളെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, ഒരു 250 മീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ കുഞ്ഞ് സ്കൂളിൽ പോകാനുള്ള പരിപാടിയിലാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഇവിടുത്തെ തൊട്ടടുത്തൊരു ഷോപ്പിൽ. ഞങ്ങൾ ഏകദേശം ഒരു സിറ്റി സെൻറ്ററിൽ തന്നെയാണ്. ഞങ്ങളുടെ ഈ പരിസരത്ത് തന്നെ ഒട്ടുമിക്ക കടകളും എല്ലാം ഇന്ത്യൻ സ്റ്റോറും പിന്നെ സൂപ്പർ മാർക്കറ്റുകളും ബാക്കി എല്ലാ കാര്യങ്ങളും ജിം എല്ലാം ഉണ്ട്. ഇനി എന്നിട്ട് കഴിക്കണേ? നൂഡിൽസ് കഴിച്ചു കഴിഞ്ഞു അല്ലേ? ഇഷ്ടമായ? മതി, എന്നാൽ ഇതാക്കല്ല, മതി മതി മതി, വാ പോവാൻ നേരെ. കുഞ്ഞിവിടെ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം ഇവിടെ ഏകദേശം ഒരു 7:30 8:00 7:45 ഇവിടെ ക്ലാസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ അവിടെ എത്തിക്കണം. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഏരിയ കേട്ടോ. ഇവിടെ കടകളൊന്നും തുറന്നിട്ടില്ല. ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ട്രാം സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഹലാൽ മാർക്കറ്റാണ്. ഇവിടെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ കിട്ടും. കുഞ്ഞിൻ്റെ സ്കൂള് ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ പുറകിലേക്ക് കിട്ടണം ഏകദേശം. അപ്പം അങ്ങനെ കുഞ്ഞി സ്കൂളിൽ എത്തിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെ സ്കൂൾ ഇതുണ്ടോ കാണാം. ഒരു 5 മിനിറ്റും കൂടി സമയമുണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ അതുവരെ ഇവിടെ വെയിറ്റിംഗ് ആണ്. കുഞ്ഞി തണുക്കണ്ടോ? ചെറിയ തണുപ്പുണ്ടല്ലേ, ഒരു 14 ഡിഗ്രിയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ടെമ്പറേച്ചർ. കുഞ്ഞിൻ്റെ പല്ല് പോയിന്ന് കാണിച്ചു കൊടുത്തേ. കുഞ്ഞിക്ക് ഷാർക്ക് ടീത്തായിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ 2 പല്ല്, ബാക്കിൽ അതുപോലെ തന്നെ. ഫ്രണ്ടിലെ പല്ല് പോവാതെ തന്നെ ബാക്കിൽ 2 പല്ല് വന്നു. ഫ്രണ്ടിലെ പല്ല് ഇപ്പോഴാണ് കൊഴിഞ്ഞു പോയത്. അപ്പോൾ ബാക്കിലെ പല്ലൊന്ന് കാണിച്ചു കൊടുത്ത കുഞ്ഞ് ഉണ്ടോ? ഉണ്ടോ? ഇനി ആ ബാക്കിൽ വന്ന പല്ല് ഇനി പതുക്കെ ഫ്രണ്ടിലേക്ക് വരണം അല്ലേ? പതുക്കെ നാക്കുകൊണ്ട് അത് തല്ലേനെ ആക്കിക്കോളൂ കേട്ടോ. ഇനി വലുതാവുമ്പോൾ നമുക്ക് ഇപ്പോൾ കമ്പി ഇടേണ്ടി വരും. ഓക്കെ, കമ്പി ഇടുന്ന കണ്ടിട്ടില്ല നമ്മളിങ്ങനെ പല്ല് നേരെ ആക്കാനായിട്ട്? കണ്ടിട്ടില്ല? അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് ഇപ്പോൾ തന്നെ നാക്കുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തള്ളി കൊടുത്തോളൂ. പല്ലൊക്കെ ഫ്രണ്ടിലേക്ക് വരും. ഓക്കെ, അപ്പം ഇന്ന് സ്കൂള് വിടുമ്പോൾ തന്നെ വരാം കേട്ടോ. ഇങ്ങനെ സ്കൂൾ തീരുന്നത് 12:45 സമയത്താണ്. 12:45 സമയമാകുമ്പോഴേക്കും വരണം, ഇവിടെ കൊണ്ടുപോകണം. ബാക്കി വിശേഷങ്ങൾ ഞാൻ പിന്നെ പറയാം. ഞാനിപ്പോൾ ഈ സ്കൂളിലെ വീഡിയോസ് എടുക്കാനുള്ള കാരണം ഇവിടെ പിള്ളേർക്ക് ഇവിടെ പ്രൈവസി ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പം നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടുത്തെ വീഡിയോ നമുക്ക് എടുക്കാം കേട്ടോ. ശരി, ഇന്ന് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലാണ് പോകുന്നത് കേട്ടോ. എടേക്ക എന്നാണ് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര്. ഇവിടെ പോയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ കുറച്ച് പഴം എടുത്തു, പിന്നെ കുറച്ച് മുന്തിരി എടുത്ത്. അത് €2 എടുത്തായിരുന്നു കേട്ടോ 1/2 കിലോയ്ക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഇൻ ഹൗസ് ബേക്കറി. ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള ബേക്കറി. ഇവിടുത്തെ ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റുകളിലും ഇതുപോലെ ബേക്കറി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കുഞ്ഞിക്ക് ഇവിടെ നിന്ന് എടുക്കുന്നത് ഡോണറ്റാണ്. പിങ്ക് ഡോണറ്റാണ് അവൾക്ക് ഇഷ്ടം. കുഞ്ഞിക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് ഒരു 3 ഫ്ലേവറുള്ള നൂഡിൽസ് എടുക്കുകയാണ്. ബീഫ്, ചിക്കൻ, പിന്നെ ഡക്ക്. എല്ലാത്തിനും 69 സെൻറ്റാണ് വില. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കഴിക്കാറുണ്ട് ഇടയ്ക്ക്. ഇതുണ്ടോ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന വെള്ളം. ഒരു 6 ബോട്ടിലിൻ്റെ 1.5 ലിറ്ററുണ്ട്. ഈ പാക്കറ്റാണ്, ഇതാണ് വാങ്ങിക്കാറുള്ളത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ വില. 1.24 പ്ലസ് ഇതിൻ്റെ റീസൈക്ലിങ് 1.50. അപ്പോൾ ഒരു 3.75 അടുത്ത്. 3.75. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ നമ്മൾ വാങ്ങിയ സാധനങ്ങളുടെ ബില്ലാണിത്. 9.6 യൂറോ കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിയ സാധനങ്ങളും അതിൻ്റെ വിലയൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഇപ്പം നമ്മൾ ഇവിടെ വാങ്ങിച്ച ഈ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം ശരിക്കും ഇതിന് 1.74 ഒരു ബോട്ടിലിന് എത്ര 34 സെൻറ്റോ എങ്ങനെ കണ്ടു വെച്ചിട്ടാണ്. പക്ഷേ ഇത് റീസൈക്കിൾ ചെയ്യാനുള്ള പൈസ എന്ന് വെച്ചാൽ €1.5. ഒരു ബോട്ടിലുമേ 25 സെൻറ്റ് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ ശേഷം നമ്മളിതൊക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ കാരിക്കുപ്പി കൊണ്ട് അവിടുത്തെ ഫാൻറ്റ് എന്ന് പറയാൻ ആ റീസൈക്കിളിൻ്റെ ഒരു മെഷീൻ ഉണ്ട്, അതിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇട്ട കുപ്പികളുടെയൊക്കെ നമ്മൾ കൊടുത്ത €1.5 ഈ 6 കുപ്പിക്ക് €1.5 സ്ലിപ്പ് നമുക്ക് തിരിച്ച് കിട്ടും. ആ സ്ലിപ്പ് വെച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ അത് സ്ലിപ്പ് വെച്ചിട്ട് ക്യാഷ് ആക്കി എടുക്കുക, എന്തൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ റീസൈക്ലിംഗ് സിസ്റ്റം അങ്ങനെയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊരു ദിവസം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. ഹലോ, അപ്പോൾ 12:45 കുഞ്ഞിനെ പോയി കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് കുഞ്ഞിനെ പോയി കൊണ്ടുവരാം കേട്ടോ. ഇത് ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ യാർഡുണ്ടോ. ഞങ്ങൾക്ക് അങ്ങനെ യാർഡൊന്നുമില്ല ഇവിടെ കണ്ടോ. ഞങ്ങളുടെ ഒരു ഇങ്ങനെ 4 കാടും ചുറ്റപ്പെട്ട ബിൽഡിങ്ങാണ് കണ്ടോ. മുകളിൽ ഇങ്ങനെയാണ് സംഭവം. ഇതാണ് VHS ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഗവൺമെൻറ്റിൻ്റെയാണത്. ഫോറിനേഴ്സിനൊക്കെ ലാംഗ്വേജ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് ഇവിടെയാണ് കേട്ടോ. നേരെ കാണുന്നതാണ് കുഞ്ഞിയുടെ സ്കൂള്. അപ്പോൾ നമുക്ക് പോയി കുഞ്ഞിനെ കൊണ്ടുവരാം കേട്ടോ. കുഞ്ഞിന്റെ ക്ലാസ് മാറിണ്ടെന്ന് കുഞ്ഞി പറയണേ. ഏതാ ക്ലാസ് ഇപ്പൊ? അയിൻസ് സ്വൈ ആയിരുന്നു. അപ്പൊ ആദ്യം അയിൻസ് ആയിരുന്നു, ഇപ്പൊ അയിൻസ് സ്വൈ ആയി അല്ലേ? ശരി അതല്ലേ ഡോർസ് ഇല്ലേ, ഇതിങ്ങനെ ആവുമ്പോ എന്നിട്ടില്ലേ ഡ്രൈ ഇല്ലേ, ഡ്രൈ ക്ലോസ്ഡ് ആയില്ലേ, ഇത്ര ഇങ്ങനെ സ്ലോലായിട്ട് നോക്കണം, അല്ലെങ്കിൽ ടീച്ചർ നല്ല മാഡാവും. മനസ്സിലായി. എന്തിനാ ഫുഡ് എന്നിട്ട് ഫുഡായിരുന്നു? ഇന്ന് സോസേജ് ഇട്ടു, സൂപ്പായിരുന്നു കിൻഡർ ഗാർഡനിലത്തെ സോസേജ്, പിന്നെ വേറെ സോസേജ്, പിന്നെ ലീവ്സ്, പിന്നെ സൂപ്പിന്റെ ഈ സാധനം പൊട്ടാച്ചോ, അത്രേ ഉള്ളൂ. ഇഷ്ടായോ? കഴിച്ചിട്ട് ഇഷ്ടായോ? ഇല്ല, ഞാൻ ഛർദിക്കാൻ പോവായിരുന്നു. അപ്പൊ ഞാൻ ഛർദിക്കില്ല, ഞാൻ ഇങ്ങനെ ചെയ്തു. അപ്പൊ നമ്മള് വീട്ടിലെത്തിട്ടാ. കുഞ്ഞിക്ക് എന്തിനാ ഫുഡ് എന്നിട്ട് വേണ്ട? ഈ ചെരുപ്പ് ഇട്, ഷൂ ഇട്. നൂഡിൽസ് അല്ലേ? അവിടെ കൊണ്ട് വെക്കട്ടോ. പിന്നെ നമ്മളുടെ ലാപ്ടോപ്പ് വെക്കാനായിട്ടുള്ള ടേബിള് ഓർഡർ ചെയ്ത് വന്നിട്ടോ. ഇതൊന്ന് അസംബിൾ ചെയ്യണം. പിന്നെ ഇവൾക്ക് നൂഡിൽസ് ഉണ്ടാക്കണം. കിടക്കാണ്. അത്യാവശ്യം ഒന്ന് ചൂടുള്ള ദിവസം കേട്ടോ. ഒരു 27-28 ഡിഗ്രി ഒക്കെ ചൂട് കാണിക്കുന്നുണ്ട് പുറത്ത്. ഇപ്പോൾ കുഞ്ഞിക്ക് നമ്മളൊന്ന് ഡക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാൻ പോകണം കേട്ടോ. ലൈക്ക് ഓക്കെ. ഇപ്പൊ ഇന്ന് പഠിച്ച സോങ് ഒന്ന് പറ, കാണിക്ക്. പാട്. ജർമ്മന? ഗുഡ് ഗേൾ. സൂപ്പർ. അപ്പൊ അങ്ങനെ കുഞ്ഞിക്കുള്ള ന്യൂഡിൽസ് ആയിട്ടുണ്ട്. ഇതിനുള്ളിൽ നമ്മൾ ഫോട്ടോ കൂടി ഇട്ട് കൊടുത്താൽ ഡൺ. ഏണ്ട് സൂപ്പർ ആയിട്ടല്ലേ? ശരി, കഴിച്ചോട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ കുഞ്ഞിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് വീഡിയോയിൽ നിങ്ങളെല്ലാവരും കണ്ടു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും ബൈ.